തെരുവിൽ പോരാടുമെന്ന റാപ്പർ വേടൻ. അടിച്ചും ആക്രമിച്ചും സമരത്തിനെ നേരിടാമെന്ന് കരുതണ്ട. വിദ്യാർത്ഥികളെ തീവ്രവാദി എന്നാണ് വിളിക്കുന്നവരാണ് യഥാർത്ഥ തീവ്രവാദികൾ. മറ്റ് രാജ്യങ്ങളിലെ പോലെ ജനം തെരുവിൽ ഇറങ്ങാതിരിക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും വേടൻ ന്യൂസ് മലയാളത്തോട്. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ കേരളത്തിലും ശക്തമായ പ്രതിഷേധവുമായി കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഇപ്പോൾ അണിനിരക്കുകയാണ്. കൊച്ചിയിൽ വേടന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികളും ഇപ്പോൾ ഇന്ന് കൊച്ചിയിൽ നടന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ വേടൻ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു പിന്തുണയുമായി ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി നടത്തണമെന്ന് ആലോചിച്ചത്? നമസ്കാരം. നമ്മളിപ്പോൾ ഒരുപാട് കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ ഇത് ഓപ്പണായിട്ട് ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങി മിണ്ടിക്കളയാമെന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പിള്ളേരുടെ ആവശ്യങ്ങൾ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. ഇത്രയും വലിയ അനീതി നടന്നിട്ട് ഇവർക്ക് അതിനെതിരെ ഒരു ആക്ഷൻ പോലും എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കുട്ടികൾ തെരുവിൽ ഇറങ്ങുക ചെയ്യണത്. ഈ തെരുവിൽ ഇറങ്ങുന്ന കുട്ടികളെ പട്ടി തരണമാതിരി തല്ലി ചതയ്ക്കുന്നത് ഭയങ്കര മോശപ്പെട്ടൊരു പ്രവൃത്തി ഇന്നലെ നടന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയധികം ജനങ്ങൾ കൊച്ചിയിൽ ഇറങ്ങിയേക്കണത്. കുട്ടികളുടെ ആവശ്യം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. അവർക്ക് നീതി കിട്ടിയേ പറ്റൂ. കിട്ടുന്നവരെ നമ്മളെല്ലാവരും തെരുവിലിറങ്ങി പോരാടുന്നതായിരിക്കും. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷമായി മൗനം പാലിക്കുകയാണ്. ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഈ 15ഉം 16ഉം വയസ്സുള്ള കുട്ടികളുടെ ആവശ്യങ്ങളോടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മൗനം എന്നുള്ളതും വലിയൊരു ആശങ്ക ഉയർത്തുന്നതല്ലേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം? സമരത്തിനെതിരെ മൗനം പാലിക്കുന്നു പോട്ടെ, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദികളെന്ന് മുദ്ര കുത്തുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ രാജ്യത്തെ പൗരന്മാരെയാണ് നിങ്ങൾ തീവ്രവാദികളെന്ന് വിളിച്ച് നാളെ വളർന്നു വരേണ്ട വോട്ട് ചെയ്യേണ്ട പിള്ളേരെയാണ് നിങ്ങൾ തീവ്രവാദികളെന്ന് വിളിച്ച് മുദ്ര കുത്തുന്നത്. നിങ്ങളാണ് യഥാർത്ഥ തീവ്രവാദികൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന പോലീസ് അട്രോസിറ്റി അത് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാജ്യം കണ്ടാണ്, ലോകം കണ്ടതാണ്. ഇനിയിപ്പോൾ ഈ രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെതിരെ എന്ത് നടപടി അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് എന്ത് ഇടപെടൽ വേണമെന്നാണ് വേടൻ ആവശ്യപ്പെടുന്നത്? കുട്ടികളുടെ ആവശ്യം ആദ്യം തന്നെ നിറവേറ്റി കൊടുക്കണം എന്നുള്ളതാണ്. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ കൃത്യമായി ഇടപെട്ട് അത് നികത്തി കൊടുക്കണം എന്നുള്ളതാണ്. കുട്ടികളുടെ ആവശ്യം നികത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പിന്നെ ഇനിയും നിങ്ങളിങ്ങനെ കുട്ടികളെ അടിച്ചും ആക്രമിച്ചും തന്നെ സമരത്തെ നേരിടാനാണ് പ്ലാനിങ്, എല്ലാ രാജ്യത്തും ഉണ്ടായ പോലെ വലിയ റിവോൾട്ടുകൾ നമ്മുടെ നാട്ടിൽ നടക്കും. അപ്പോൾ അതിന് വഴിവെക്കാതിരിക്കുക പ്ലീസ്. പാട്ടിലൂടെ മാത്രമല്ല ഇനി പ്രതിഷേധം. പാട്ടാണ് എൻ്റെ വേ ഓഫ് എൻ്റെ മീഡിയം. ഇപ്പോൾ രാഷ്ട്രീയം പറയാനുള്ള മീഡിയം. അത് പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നത്. പേടിച്ച് തെരുവിൽ ഇറങ്ങാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഒന്നും പേടി പോകാൻ അധികം കാലം വരില്ല. അവരെല്ലാവരും പേടി പോയാൽ ഇന്ത്യയുടെ എല്ലാ മഹാനഗരങ്ങളും ജനക്കൂട്ടങ്ങൾ കൊണ്ട് സമരക്കാരെ കൊണ്ട് നിറയും. അതിന് വഴിവെക്കാതിരിക്കുക. ദയവ് ചെയ്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുക. അതാണ് വലിയ രൂക്ഷമായ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ഇടപെട്ട ഈ വിഷയത്തിലൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പരിഹാരം കാണണമെന്നാണ് വേടൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അഭിജിത്തിനൊപ്പം സൈഫുന്നിസ് അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.